എല്ലാവർക്കും ഡ്യൂഡീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ, അപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ വെച്ചിട്ട് ഒരു ജാമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിനി ഒരുപാട് സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമുള്ളത് ഒരു മാങ്ങ, കുറച്ച് പഞ്ചസാര, ഒരു കഷ്ണം ഓറഞ്ച് അല്ലെങ്കിൽ പകുതി നാരങ്ങ, കുറച്ച് വെള്ളം. ഇനി നമുക്ക് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അത്യാവശ്യം വെള്ളവും ചേർത്തൊന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആവണം. ഇനി നമുക്ക് അതിനെ ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിന് അത്യാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ആ മാംഗോയുടെ പൾപ്പ് കുറച്ചുകൂടെ ഒന്ന് നന്നായി ലൂസായി വന്നിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും കട്ടിയൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ നീര് ഇറ്റിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മുടെ ആ ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്പൂണിൽ കുറച്ചെടുത്ത് ഒഴിക്കുമ്പോഴത്തേക്കും ഒരു നൂല് പോലത്തെ പരുവം വരണം. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുക്കും തോറും ഇനി കുറച്ചുകൂടെ കട്ടിയായിക്കോളും. അപ്പോൾ നമുക്കിനി ഇതിനെ ഒരു ബൗളിലേക്കോ ഗ്ലാസ് കണ്ടെയ്നറിലേക്കോ മാറ്റി കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിപ്പം അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാമാണ്. ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതിനകത്ത് വേറെ ഫുഡ് കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരു മാങ്ങ വെച്ചിട്ടാണ് എനിക്കിപ്പോൾ ഇത്രയും ജാം കിട്ടിയത്. ഇപ്പോൾ 2 മാങ്ങ എടുക്കുന്നവർക്കാണെങ്കിൽ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഡബിൾ ചെയ്താൽ മതി. 2 കപ്പ് പഞ്ചസാര എടുക്കാം. അപ്പോൾ അത്രയ്ക്ക് മധുരം വേണ്ടാത്തവരുണ്ടെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര എടുത്താലും മതി. അപ്പോൾ നമുക്കിനി ജാം ബ്രെഡിലേക്ക് തേച്ച് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സെയിം ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഈ ജാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.